ഗുഡ് ഈവനിങ് എവ്രി വൺ. സോ ഇത് നമ്മളുടെ രണ്ടാമത്തെ ഓൺ വോയിസ് ആണ്, കുഞ്ഞിൻ്റെ കാത് കുത്തുന്നതിൻ്റെ ഓൺ വോയിസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മുടി വെട്ടിയത് ഇട്ടിട്ടുണ്ടായിരുന്നു. മുടി വെട്ടിയതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് പോയത് കുഞ്ഞിൻ്റെ കാത് കുത്താനായിരുന്നു. കാത് കുത്താൻ പോയത് എവിടെയാണ്? നമ്മുടെ റോളയിൽ. അപ്പം അവളുടെ അപ്പ തന്നെ എടുക്കണമെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ടായിരുന്നു. അപ്പം പുള്ളി ഇങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവളൊന്നും ഐഡിയ ഇല്ലാണ്ടിരിക്കുക. പിന്നെ ഫൈനലി ആ ചേട്ടൻ വന്നിട്ട് കുഞ്ഞിൻ്റെ ആ സ്പോട്ട് കണ്ടുപിടിച്ചു, എവിടെ കുത്തണം എന്നുള്ള. അതൊക്കെ അവൾ ഒന്നും അറിയാണ്ടിരുന്ന ഒരു അത്ഭുതം പോലെ ഇങ്ങനെ നോക്കിയിരിക്കുക. അവൾക്കൊന്നും അറിയുന്നില്ല. നമ്മളും അവളുടെ ഒരു എക്സ്പ്രഷൻ കാണാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും മാറി മാറി ഞങ്ങൾ 3 പേരുടെ ഫേസിലോട്ട് മാറി മാറി നോക്കുമായിരുന്നു. അപ്പം ആദ്യം ആ ചേട്ടന് ഒരു ചെവിയിൽ സ്പോട്ട് എടുത്തു, പിന്നെ രണ്ടാമത്തെ ചെവിയിൽ പെട്ടെന്നായിരുന്നു ഷൂട്ടിങ്ങിൻ്റെ സംഭവം എടുത്തിട്ട് വന്നേ. പുള്ളി ഒന്ന് കുത്തി. നമ്മളവളെ കരയുന്നുള്ള പേര് നമുക്ക് നല്ലപോലെ ഉണ്ട്. അവിടെ അപ്പൻ്റെ മുഖത്ത് നോക്കി അറിയാം. കുഞ്ഞൊരു ഞെട്ടലോടാണ് കുഞ്ഞ് കരഞ്ഞത്. ആ കരച്ചിൽ മാറ്റാൻ കുറച്ച് പാട് വിട്ടു. അവളുടെ അപ്പ അപ്പോഴത്തേക്കിന് കുഞ്ഞിനെ കൊടുത്തിട്ട് പോയി. പുള്ളിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. പിന്നെ പറഞ്ഞു എടുക്കില്ല, നമ്മൾ ആരെങ്കിലും എടുത്തുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് പുള്ളി അപ്പോൾ സൈഡിലോട്ടേ വന്നില്ല. പിന്നെ ഞാനായിരുന്നു അവളെ എടുത്തുകൊണ്ടിരുന്നത്. അതിൽ കാണാം അവളെ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അതും നമുക്കറിയാം അവളെ ഇനിയും കരയുമെന്നുള്ള നല്ല ഉറപ്പുണ്ട്. എങ്ങനെയും അതിൻ്റെ ആ കുത്തി എടുത്തു കഴിഞ്ഞിട്ട് അതിന് പ്രശ്നമില്ലല്ലോ എന്ന് കരുതി കുത്തി. അവളിപ്പോൾ വീണ്ടും ആദ്യത്തേലും ഇരട്ടി കരച്ചിലോടുകൂടെ അവളിപ്പം നമ്മുടെ മേത്തോട്ട് അങ്ങ് കിടക്കും. നല്ല ടെൻഷനുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ദിവസം അങ്ങ് പോയി കിട്ടി. കുഞ്ഞിൻ്റെ കാത് കുത്തി. കുഞ്ഞിൻ്റെ കാത് കുത്തിയതിന് ശേഷം നമുക്ക് അവളെ കിട്ടിയത് ഈ ഒരു രൂപത്തിലാണ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ കാണാൻ? അവളുടെ മുഖമൊക്കെ ഒത്തിരി മാറി. ഐ തിങ്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. താങ്ക് യു ഫോർ വാച്ചിങ്.